കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങളിൽ ഘടകകക്ഷികൾക്ക് ആശങ്ക. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്കാണ് തർക്കങ്ങളിൽ ആശങ്കയുള്ളത്. ഘടകകക്ഷികൾ തങ്ങളുടെ ആശങ്ക ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നും മുന്നണിയിൽ ഐക്യം ഊട്ടിയുറപ്പിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ഐക്യത്തോടെ പ്രവർത്തിച്ചില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. വി.ഡി. സതീശനും കെ. സുധാകരനും തമ്മിലുള്ള തർക്കത്തിനിടെയാണ് ഇപ്പോൾ ഘടകകക്ഷികളുടെ ഈ ഇടപെടൽ വന്നിരിക്കുന്നത്. അതേസമയം തന്നെ പാർട്ടിയിലെ ഭിന്നത രൂക്ഷമാകുമ്പോഴും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരത്തിലാണ് നേതൃത്വം പ്രതീക്ഷ അർപ്പിക്കുന്നത്. കെ.പി.സി.സി. അധ്യക്ഷൻ കെ. സുധാകരനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള തർക്കം തീർക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വെല്ലുവിളിയായി തന്നെ തുടരുകയുമാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ ഇരുവരും മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നതാണ് ഇരുവർക്കുമെതിരെയുള്ള വിമർശനം. എന്നാൽ അതേസമയം മറുഭാഗത്ത് പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഹൈക്കമാൻഡിന്റെ ശ്രമം. സമഗ്ര പുനഃസംഘടനയാണ് ലക്ഷ്യമിടുന്നത്. ഭാഗിക പുനഃസംഘടന ഗുണകരമാകില്ല എന്ന് നേതൃത്വം വിലയിരുത്തുന്നുമുണ്ട്. പ്രവർത്തന മികവ് പുലർത്താത്ത മുഴുവൻ ഭാരവാഹികളെയും മാറ്റാൻ തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് നേതാക്കളുടെ അഭിപ്രായം തേടുകയും ചെയ്തിരുന്നു. ദീപാദാസ് മുൻഷി രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയാണ് അഭിപ്രായം സ്വീകരിച്ചത്. ഇത് സംബന്ധിച്ച് ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് നിർണായകമായേക്കാനുമുള്ള സാധ്യതയുണ്ട്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് വിജയം അത് കോൺഗ്രസിന് അനുകൂലമായി വരും എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. മാത്രമല്ല 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെയായിരിക്കും വിജയികൾ എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ തീർത്തും ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കവും കോൺഗ്രസിൽ ഉടലെടുത്തിരുന്നത് എന്നും പറയാം. എന്നാൽ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടതിന്റെ മറ്റൊരു പാർശ്വഫലം തന്നെയാണ് കോൺഗ്രസിന് ഉള്ളിൽ അധികാരത്തിന് വേണ്ടിയുള്ള ഇപ്പോഴത്തെ പിടിമുറുക്കങ്ങളെല്ലാം തന്നെ ശക്തമാകാനുള്ള പ്രധാന കാരണവും. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുമോ എന്നുള്ള ഭയം മറ്റ് മുതിർന്ന നേതാക്കൾക്ക് ഉണ്ടായി എന്നുള്ളതും രമേശ് ചെന്നിത്തല തക്കം പാത്തിരുന്നുകൊണ്ട് 2026 മുഖ്യമന്ത്രിയാകാൻ ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ള സംശയവുമെല്ലാം തന്നെ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കത്തിന് കാരണമായി എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിനിടയിലാണ് കെ. സുധാകരനെതിരെയുള്ള നീക്കങ്ങളെല്ലാം തന്നെ ശക്തമായി തുടരുന്നത്. പക്ഷേ അതേ സാഹചര്യത്തിൽ സുധാകരന്റെ എല്ലാം കണ്ടുകൊണ്ടുള്ള തന്ത്രപരമായ നീക്കം ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നീക്കമാണ് ഇപ്പോൾ കോൺഗ്രസിൽ വലിയൊരു വഴിത്തിരിവിലേക്ക് മാറിയിട്ടുള്ളത്. എന്തു തന്നെയാണെങ്കിലും സുധാകരനെ സംബന്ധിച്ച് പുനഃസംഘടന ഇപ്പോൾ DCC-കളിലെ എല്ലാം തന്നെ അധ്യക്ഷന്മാരെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവയെല്ലാം തന്നെ കൃത്യമായി തന്നെ പാലിക്കപ്പെടുകയാണെങ്കിൽ, യാതൊരു തർക്കത്തിലേക്കോ കലഹത്തിലേക്കോ കാര്യങ്ങൾ നീങ്ങുന്നില്ല എങ്കിൽ, ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ക്രെഡിറ്റ് മുതലെടുത്തുകൊണ്ട് സുധാകരനെ വീണ്ടും അധ്യക്ഷ സ്ഥാനത്ത് തന്നെ തുടരാൻ സാധിക്കുമോ എന്ന വലിയ പ്രതീക്ഷ സുധാകരൻ അനുകൂലികൾക്കുമുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ DCC അധ്യക്ഷന്മാരുടെയും അതേസമയം തന്നെ ജില്ലാ തലത്തിലെ എല്ലാ പുനഃസംഘടനയും മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അടുത്തത് സുധാകരന് മാറേണ്ടി വരുമെന്നുള്ള വലിയ ഒരു വിശ്വാസം എതിർച്ചയായിരിക്കുമുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണെങ്കിൽ പിന്നീട് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആര് എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തം തന്നെയാണ്. അതിന് നിരവധി പേരുടെ പേരുകളെല്ലാം തന്നെ നിൽക്കുന്നുണ്ട്. അവിടെയും സമുദായ സംഘടനകളെല്ലാം തന്നെ ഉന്നമിട്ടുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ആ KPCC സ്ഥാനവും ആ പദവിക്കും വേണ്ടി ചരട് വലിക്കുന്നതെന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. പക്ഷേ കോൺഗ്രസിന് അകത്തെ രാഷ്ട്രീയം ഇങ്ങനെയെല്ലാം തന്നെ പുകയുമ്പോഴും ഘടകകക്ഷികളെ സംബന്ധിച്ച ആശങ്കയുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഘടകകക്ഷികൾ ഇത്തരമൊരു നീക്കത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ തന്നെയായിരിക്കും വിജയ് എന്ന് കണ്ടുകൊണ്ടുള്ള കോൺഗ്രസിന്റെ ഈ പ്രവർത്തനങ്ങൾ, ഈ തമ്മിലടിയെല്ലാം തന്നെ ഒരർത്ഥത്തിൽ ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്നുള്ള ഭയം ഘടകകക്ഷികൾക്കുണ്ട്. അത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി കഴിഞ്ഞാൽ സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത്. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് സാമുദായിക വോട്ടുകളുടെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള തർക്കമുണ്ടായിരുന്നു. SDPI വോട്ടുകളെ സംബന്ധിച്ചാണെങ്കിലും വെൽഫെയർ വോട്ടുകളെ സംബന്ധിച്ചാണെങ്കിലും വലിയ തരത്തിലുള്ള തർക്കം കോൺഗ്രസിനകത്ത് തന്നെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വോട്ട് ബാങ്കിനെ സാരമായി ബാധിക്കാത്ത വിധത്തിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ഒരു നീക്കുപോക്ക് വേണം എന്നുള്ള പിടിവാശി ഒരർത്ഥത്തിൽ UDF-ന് അകത്തെ ഘടകകക്ഷികൾക്കുണ്ട് എന്ന് വേണം കരുതാൻ.